ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഈ കേസിൽ അറസ്റ്റിലായ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷുഹൈബ്. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രതീഷ്, ഇന്നലെ ഷുഹൈബ് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ ഷുഹൈബിനെ. എപ്പോഴാകും ക്രൈംബ്രാഞ്ച് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക? ഒപ്പം തന്നെ മൊഴിയിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ, അതായത് തനിക്കൊന്നിലും പങ്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്താൻ ഷുഹൈബ് തയ്യാറായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്കാണ് മുഹമ്മദ് ഷുഹൈബിനെ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ മുഹമ്മദ് ഷുഹൈബ് ഹാജരായത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് SP കെ മൊയ്തീൻകുട്ടി ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധാരണഗതിയിൽ സാധിക്കുന്നത്. ഇന്നലെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷുഹൈബ് ആരോപണമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. കാരണം തന്റെ സ്ഥാപനം തകർക്കാൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. നാട്ടിലെ ചില പ്രാദേശിക നേതാവിന് 5 ലക്ഷം രൂപ ഇയാൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചു എന്ന് പറയുന്ന ഫഹദ് എന്ന അധ്യാപകൻ മറ്റൊരു സ്ഥാപനത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് തുടങ്ങിയ വലിയ ആരോപണങ്ങൾ. ശരി രതീഷ്, പരീക്ഷാ കാലമാണ്. നമ്മുടെ കേരളത്തിനെയും കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ ഒന്നടങ്കം ആശങ്കയിലാക്കിയ വിഷയമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച. തുടക്കം മുതൽ തന്നെ ഈ MS സൊല്യൂഷൻസ് ഉടമ പറയുന്നത് തനിക്ക് ഇതിലൊന്നും ഒരു ബന്ധവുമില്ല എന്നായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബ്രേവായിട്ടൊക്കെ വന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ ഒക്കെ ഇട്ടെങ്കിലും പിന്നീട് ആള് പിന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു. ശരി, ഇയാളെ ഇനി കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് രതീഷിലേക്ക് വീണ്ടും എത്തിച്ചേരണം.